മലപ്പുറത്തേക്ക് പോയാൽ അവിടെ ആവശ്യമായ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതിനാൽ റോഡിലെ മലിനജലം മുഴുവൻ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്ന അവസ്ഥയുണ്ടെന്ന് പറയുന്നു. മലപ്പുറം പറമ്പിൽ പീടിക കാക്കത്തടത്തെ 20ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിൽ കഴിയുന്നത്. ടോയ്ലറ്റ് മാലിന്യം അടക്കം കലർന്ന മലിനജലം കിണറുകളിലേക്ക് എത്തിയതോടെ കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇവിടുത്തെ കുടുംബങ്ങളുള്ളത്. അവിടെ നിന്ന് അഷ്കർ അലി കരിമ്പ തയ്യാറാക്കിയ റിപ്പോർട്ട്. പറമ്പിൽ പീടിക കാക്കത്തടം കിണറ്റിൻകണ്ടി എന്ന് പറയുന്ന ഒരു 10-25 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ റോഡിൽ കൃത്യമായ ഡ്രെയിനേജ് സംവിധാനമില്ലാത്തതുകൊണ്ട് പറമ്പിൽ പീടിക അങ്ങാടിയിലെ മുതൽ മുഴുവൻ റോട്ടിലൂടെ വരുന്ന വെള്ളം മുഴുവൻ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത്, ആ മലിനജലത്തിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യരാണ് ഈ എൻ്റെ കൂടെയുള്ളത്. നിരവധി തവണ വർഷങ്ങളെ പരാതി നൽകിയിട്ട് പോലും ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ മലിനജലം വന്നിവരെ കുടിവെള്ളത്തിലടക്കം കലർന്ന്, അതുപോലെ തന്നെ ഇവരുടെ വീടുകളുടെ മതിലുകൾ തകർന്നു, വീടുകളിലേക്ക് മാലിന്യം അടിച്ചു കയറുന്നു. ഇവിടെയുള്ള റോഡുകളാണെങ്കിൽ മുഴുവൻ ഒലിച്ചു പോകുന്ന ഒരവസ്ഥയിൽ അവിടുത്തെ മനുഷ്യരാണ്. എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന? അതായത് 2021 പരാതി കൊടുത്തതാണ്. ആ വെള്ളം അങ്ങാടിയിലുള്ള വെള്ളം മേലെ ഭാഗത്തുനിന്ന് പിന്നെ 90% വെള്ളം ഇങ്ങോട്ട് വരുന്നത്, 10% വെള്ളം അവിടെ കെട്ടിക്കണുള്ളൂ. ആ കെട്ടിക്കണ വെള്ളവും പിന്നെ ഒയ്യേറ്റ് ഇതിക്കനെ വരുന്നത്. ഇത് പരാതി കൊടുക്കാത്തൊരു സ്ഥലമില്ല. മുഖ്യമന്ത്രിക്ക്, കളക്ടർക്ക്, പഞ്ചായത്തിന്, MLAക്ക് ഫോണിലും പല നിലക്കും പരാതി കൊടുത്തത്. ഇനി ആർക്കും കൊടുക്കാൻ ബാക്കിയില്ല. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് കൃഷി ഉണ്ടാക്കാനും വീടിൻ്റെ മുറ്റൊക്കെ ചളി, വളരെ പ്രയാസങ്ങൾ. കുട്ടികൾക്കൊക്കെ പുറത്തിറങ്ങാനും വാഹനങ്ങളൊന്നും കൊണ്ടുപോകാൻ വയ്യ. റോഡ് ഇടയ്ക്കിടയ്ക്ക് നന്നാക്കേണ്ട അവസ്ഥ വരികയാണ്. ടാങ്ക് ഉണ്ടല്ലോ, നമ്മൾ വേസ്റ്റ് ടാങ്കും മറ്റും കിണറിലൊക്കെ വെള്ളമൊക്കെ കൂടിക്കാൻ നല്ല വെള്ളം വരുന്ന സമയത്ത് റോഡിന് പിന്നെ ഈ റോഡിൽ യാത്ര ചെയ്യാൻ എല്ലാവർക്കും പ്രയാസമുണ്ട്. നമ്മൾ ഈ 2 ഭാഗത്തെ വെള്ളം നമ്മളെ വീട്ടിൽ തന്നെയാണ്. ഇതിപ്പോൾ ഈ റോഡ് പൊന്തിയതിന് ശേഷമാണ് നമുക്ക് ഇത്രയും വെള്ളം വരല് തുടങ്ങിയത്. ആ BWന്റെ ഭാഗത്തുനിന്നും പിന്നെ ഉണ്ടാക്കിയ എഞ്ചിനീയർ ഭാഗത്തുനിന്നുള്ള വീഴ്ച കൊണ്ടാണ്. നമ്മളവിടെ അടിച്ചിട്ടൊന്നുമില്ല. അതുപോലെ വെറുതെ പറയാണ്. വെള്ളം വന്നുള്ള അവസ്ഥ കക്കൂസിൻ്റെ ടാങ്കും പിന്നെ അതൊന്നായിട്ട് ഒന്നായിട്ട് കളർന്നിട്ട് അകത്തേക്ക് വരികയാണ്. വീടിക്ക് ഒന്നായിട്ട് ആകെ ഭീഷണിയിലാണ് വീട് ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യം ഒരു തവണ വെള്ളം വന്നിട്ട് ഇപ്പോൾ 2 തവണ നമ്മൾ വീട് മതിൽ പുനർനിർമ്മിച്ചതാണ്. ഒരു ഓട്ടോറിക്ഷ പോലും നമ്മളെ വീട്ടിൽ പ്രായമായവരുണ്ട്. ആശുപത്രിയിലേക്ക് പോകാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡ് ഇങ്ങനെ ആയതുകൊണ്ട്. പിന്നെ അതേപോലെ കുടിവെള്ളം നമുക്ക് മുട്ടിയിട്ട് ഈ മഴക്കാലത്ത് നമ്മൾ അടുത്തുള്ള വീടിനെ ആശ്രയിക്കേണ്ടി വരികയാണ്. ഈ വെള്ളം വന്നിട്ട് ചാടിയിട്ട് കിണർ വെള്ളം കൂടി ചേർന്നിട്ട് മലിനായിരിക്കുകയാണ്. ഇത് നമ്മളെ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഞങ്ങൾ 10-25 വീട്ടുകാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ പഞ്ചായത്ത് റോഡല്ല. പക്ഷെ എന്നിട്ടും അവിടെ പഞ്ചായത്ത് റോഡിൽ അമ്പിട്ടിട്ട് അതിക്ക് വെള്ളം തിരിച്ചു വിടാതെ ആ വെള്ളം കൂടി ഇങ്ങോട്ട് വിട്ട്, അതാണ് ഇവിടെ ഏറ്റവും പ്രശ്ന രൂക്ഷമായത്. ഞങ്ങൾ ഏതായാലും ഈ വർഷക്കാരോട് കാത്തിക്കും. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ അടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ദയനീയാവസ്ഥ എന്ന് പറയുന്നത് ഇവർ കുടിക്കുന്ന വെള്ളത്തിൽ മലിനം കലരുന്നു എന്നുള്ളതാണ്. അത് ഒരു മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നമാണ്. ആ അടിസ്ഥാന പ്രശ്നത്തെ പോലെ ബാധിച്ചിട്ട് ഇത്ര വർഷമായിട്ടും അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. മാത്രമല്ല ഇവരുടെ ടോയ്ലറ്റ് ടാങ്കിലുള്ള മലിനവെള്ളവും അതുപോലെ തന്നെ മറ്റ് മലിനവെള്ളവും കലരുന്ന അവസ്ഥ, അത് കിണറിലേക്ക് പോകുന്ന അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങേറ്റം ദയനീയമായ സാഹചര്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഭാഗത്തുനിന്നും അടിയന്തര നടപടി ഉണ്ടാവണം. മുഖ്യമന്ത്രി, പഞ്ചായത്ത് മുതൽ മുഖ്യമന്ത്രി വരെ എല്ലാവർക്കും പരാതി നൽകിയിട്ടാണ് ഇവർ പരിഹാരത്തിനായി കാത്തു നിൽക്കുന്നത്. എന്നിട്ട് പോലും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് പറയുന്നത് കടുത്ത അനാസ്ഥയാണെന്ന് കൂടി പറയേണ്ടി വരും. വീഡിയോ ജേർണലിസ്റ്റ് സജി നിലമ്പൂരൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ, മലപ്പുറം.